ഹായ് ഹലോ വെൽക്കം ഏഞ്ചൽ ബ്ലെസ്സിങ് ടാരോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ മോർണിംഗ് തോട്ട് എന്തെന്ന് നോക്കാം. ഓക്കെ, എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ മോർണിംഗ് തോട്ട്, എൻ്റെ വ്യൂസിനെ കുറിച്ചുള്ള മോർണിംഗ് തോട്ട് എന്തെന്ന് നോക്കാം. പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ, പ്ലീസ് ഗൈഡ് മീ മദർ യൂണിവേഴ്സ്, പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ മോർണിംഗ് തോട്ട്, എൻ്റെ വ്യൂസിനെ കുറിച്ചുള്ള മോർണിംഗ് തോട്ട് എന്താണ്? പ്ലീസ് ഗൈഡ് മീ Mother Universe, please guide me. Please guide me, Mother Universe. 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 Please guide me. Please guide me, Universe. Please guide me. The viewers and the person, the morning thought and the please guide me. Please guide me, Universe. 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 Please guide me. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ മോർണിംഗ് തോട്ട്. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. എൻ്റെ വ്യൂസിൻ്റെ പേഴ്സൻ്റെ മോർണിംഗ് തോട്ട് എന്താണ് എൻ്റെ വ്യൂസിനെ കുറിച്ച്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. 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 എൻ്റെ വ്യൂസിനെ കുറിച്ച് വ്യൂസിൻ്റെ പേഴ്സൻ്റെ മോർണിംഗ് തോട്ട് എന്താണ്? പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. പ്ലീസ് ഗൈഡ് മീ യൂണിവേഴ്സ്. പ്ലീസ് ഗൈഡ് മീ. Three of Cup, bottom of the deck. Okay, Seven of Cup, Nine of Wands, Nine of Wands, Four of Pentacles, the Strength, the Moon, Nine of Pentacles. Overall energy, Three of Cup. അപ്പോൾ റീഡിങ്ങിലേക്ക് കിടക്കാം. ക്ലൂസായി കിട്ടിയിരിക്കുന്ന നമ്പേഴ്സ് 9, 4, 8, 18, 3. എലിമെൻ്റ് ആയിട്ട് വന്നിരിക്കുന്ന പഞ്ചഭൂതമായിട്ട് വന്നിരിക്കുന്നത് അഗ്നി, ഭൂമി, വെള്ളം. കാൻസർ, സജിറ്റേറിയസ്, കാപ്രിക്കോൺ, ലിയോ. കർക്കിടകം, ധനു, മകരം, ചിങ്ങം. സ്പൈസിസ്, മീനം, വെർഗോ, കന്നി. കളേഴ്സ് വന്നിരിക്കുന്നത് ബ്ലാക്ക്, റെഡ്, യെല്ലോ, ഗ്രീൻ. ഇപ്പം 9 of Wands, രാവിലെ എഴുന്നേറ്റ് നിങ്ങളുടെ പേഴ്സൺ രാവിലെ നിങ്ങളെക്കുറിച്ചുള്ള ചിന്തയാണ്. രാവിലെ എഴുന്നേറ്റ് നിങ്ങളെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ വരുന്ന വഴിക്ക് അങ്ങനെ ഒന്ന് നിൽക്കണമെന്നൊക്കെ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കും. നിങ്ങളൊന്ന് കാണാനോ ഒന്ന് മിണ്ടാനും സംസാരിക്കാനൊക്കെ ഒന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങൾ അറിയുന്നുണ്ടാവില്ല. നിങ്ങൾ പോകുന്ന വഴിക്ക് അങ്ങനെ വന്ന് അവിടെ അങ്ങനെ ഒളിച്ചങ്ങനെ നിൽക്കുന്നതെന്ന് നിങ്ങളുടെ അടുത്ത് നേരിട്ട് എന്തായാലും വന്ന് കാണത്തില്ല. കാരണം ഒളിച്ചേ നോക്കുന്നുള്ളൂ. ആ പിക്ചറിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഒരു കള്ളക്കണ്ണിട്ട് നോക്കുന്നതായിട്ട് കാണാം. ഒരു തടി പിടിച്ചുകൊണ്ട് നിന്നിട്ട് കള്ളക്കണ്ണിട്ട് നോക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. നേരിട്ട് വന്ന് മുമ്പിൽ വന്ന് നിന്ന് നോക്കുന്ന ഒരു ഇത് കാണിക്കുന്നില്ല. ഒളിഞ്ഞു നോട്ടം മാത്രമേ കാണുന്നുള്ളൂ. അഥവാ അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അലാറം പിടിച്ചു വെച്ചത് തേർഡ് പാർട്ടി ആയിട്ട് വന്നിട്ടുണ്ടായിരിക്കും. അലാറം സമയത്ത് അടിച്ച് കാണത്തില്ല. സമയം അനുകൂലമായി വരട്ടെ, വീൽ ഓഫ് ഫോർച്യൂൺ
അനുകൂലമായി വരുന്നത് വരെ വെയിറ്റ് ചെയ്യേണ്ടതായി ഉണ്ട് എന്ന് ചിന്തിക്കുന്നു. ഓക്കെ, നിങ്ങളുടെ മുമ്പിലെത്താനുള്ള ടൈം ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്ര അലാറം അടിച്ചിരുന്നാലും അതിന് സമയം തെറ്റി അടിക്കാനേ അറിയാൻ പറ്റുള്ളൂ. നിങ്ങളുടെ സമയമാകുമ്പോൾ അത് കറക്റ്റ് അടിച്ചിരിക്കും. ഓക്കെ, അപ്പോൾ സമയത്തിന് വെയിറ്റ് ചെയ്യുകയാണ്. നിങ്ങളുടെ പേഴ്സൺ അനുകൂലമായ ഒരു സമയത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ഇപ്പം നിങ്ങളെ കാണണമെന്നൊക്കെ ആഗ്രഹമുണ്ട്, പക്ഷേ അലാറം തെറ്റി അടിക്കുന്നു, നിങ്ങൾ പോകുന്നു, വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് അവർ കറക്റ്റ് ടൈമിൽ, യൂണിവേഴ്സ് ടൈമിന് വേണ്ടി അവർ വെയിറ്റ് ചെയ്യുകയാണ്. അവർ പിടിച്ചിരിക്കുന്ന ആ ഒരു സ്റ്റമ്മിലോട്ട് നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും, ആ വിശ്വാസത്തെയാണ് പിടിച്ചിരിക്കുന്നത്, ബലത്തെയാണ് പിടിച്ചിരുന്നത്. അവരുടെ ബലം എന്താ? നിങ്ങളവിടെ കാണും, നിങ്ങൾ അങ്ങ് പോകത്തില്ല എന്നുള്ള ഒരു ബലത്തിലാണ് അവർ പിടിച്ചിരിക്കുന്നത്. നിങ്ങൾ അവർ പിറക്കെയുള്ള കാര്യങ്ങളെ നോക്കൂ. എല്ലാം ഒരുപാട് ഒരു മരക്കഷ്ണങ്ങൾ, മരത്തടികൾ ഇങ്ങനെ നിൽക്കുന്നതാണല്ലോ. അതൊക്കെ അവർ ചൂസ് ചെയ്ത കാര്യങ്ങളാണ്, ചൂസ് ചെയ്ത അവരുടെ തേർഡ് പാർട്ടികളാണ്. നിങ്ങൾ ഈ തേർഡ് പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് ഇന്നലെയും ഒരു മെസ്സേജ് വന്നു ഒരാളുടെ, എൻ്റെ റീഡിങ്ങിൽ മൊത്തം തേർഡ് പാർട്ടിയാണോ എന്ന്. നമ്മൾ തേർഡ് പാർട്ടി കൂടാതെ നമ്മളില്ല. നമ്മളുടെ ജോലി ഒരു തേർഡ് പാർട്ടി ആയിരിക്കും. നമ്മുടെ പ്രണയത്തിന് അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു കാര്യത്തെ നമ്മളിൽ നിന്ന് അകറ്റുന്ന എന്തും തേർഡ് പാർട്ടിയാണ്. ജോലി ആയാലും ശരിയാണ്, വ്യക്തി ആയാലും ശരിയാണ്, അച്ഛനും അമ്മയായിരുന്നാലും ശരിയാണ്, ഇവൻ മൊബൈലാണെങ്കിൽ പോലും തേർഡ് പാർട്ടിയാണ്. അതുകൊണ്ട് ഇപ്പോൾ രാവിലെ നിങ്ങളെ കാണാൻ വേണ്ടി നിങ്ങളുടെ പേഴ്സൺ അലാറം വെച്ചു, സമയത്ത് അടിച്ചില്ല. തേർഡ് പാർട്ടിയാണ് അതിൻ്റെ ഇടയ്ക്ക് വന്ന് അത് ഇതാക്കി കളഞ്ഞത്, സമയം തെറ്റിച്ച് സമയത്ത് ഓടിയില്ല. അപ്പോൾ എല്ലാം ഒരു തേർഡ് പാർട്ടിയായിട്ട് മാത്രം ഇതാക്കണം. പേഴ്സണെ മാത്രം എല്ലാം അങ്ങ് ലവിൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രണയവുമായിട്ട് ബന്ധപ്പെട്ടുള്ള തേർഡ് പാർട്ടി ആയിട്ട് നിങ്ങൾ ചിന്തിക്കരുത് കേട്ടോ. നിങ്ങളെ ഉപേക്ഷിച്ചിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹത്തെ ത്യജിച്ചിട്ട് അവർ എന്തിൻ്റെയൊക്കെ പിറകെയാണോ പോയത്? ഫാമിലിയുടെ പിറകെ പോയോ, അല്ലെങ്കിൽ ജോലിയുടെ പിറകെ പോയോ, പണത്തിൻ്റെ പിറകെ പോയോ, എന്തിൻ്റെ പിറകെയാണ് പോയത്? അതോ വ്യക്തിയുടെ പിറകെയാണോ പോയത്? വ്യക്തികളുടെ പിറകെയും പോകാം. അല്ലെങ്കിൽ എനിക്കിതൊന്നും പറ്റത്തില്ല, എനിക്ക് കുറച്ച് സമ്പാദ്യം ഉണ്ടാക്കണം, എനിക്ക് നീ കൂടെ ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് സമ്പാദ്യത്തിന് പറ്റത്തില്ല എന്നൊക്കെ ചിന്തിച്ച് അവർ എന്തിൻ്റെ പിറകെയാണോ പോയത് അതെല്ലാം അവരെ വിട്ട് അകന്നു നിൽക്കുകയാണ്. അവരെ കൂടെയല്ല, ചേർന്ന് നിൽക്കുന്നത് ആരുമില്ല. അവരെ അത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം, കുറച്ച് ദൂരോട്ടാണ് ആ മരത്തടികൾ മൊത്തം നിൽക്കുന്നത്. ആ മരത്തടികളിൽ മൊത്തവും 3 തളിരുകളാണുള്ളത്. എല്ലാ തടികളിലും ഉള്ളത് 3 തളിരുകളാണ്. ആ 3 തളിരുകളും ഇവരുടെ ലൈഫിലെ, നിങ്ങളുടെ പേഴ്സൻ്റെ ലൈഫിലെ തേർഡ് പാർട്ടികളാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേഴ്സൺ ഒരുപാട് ലവ് തേർഡ് പാർട്ടിയെ കൊണ്ട് നടന്നു എന്നല്ല, ഇത് കേൾക്കുന്നവർ മനസ്സിലാക്കി കേൾക്കണേ. അവർ തെറ്റായി ധരിക്കുന്നുണ്ട്. അവരുടെ ലൈഫിലുണ്ടാകുന്ന എന്ത് കാര്യങ്ങളും, ഫാമിലി ആകാം, മക്കളാവാം, അങ്ങനെ എന്തൊക്കെയായാലും അതൊക്കെ നിങ്ങളെ സംബന്ധിച്ച് അത് തേർഡ് പാർട്ടിയാണ്. അവരെ സംബന്ധിച്ച് അത് അവരുടെ പോസിറ്റീവായിരിക്കാം, നിങ്ങളെ സംബന്ധിച്ച് അത് നിങ്ങൾക്ക് തേർഡ് പാർട്ടിയാണ്. ഓക്കെ, തേർഡ് പാർട്ടികളൊക്കെ അങ്ങ് പിറകോട്ട് അവരെ ഒറ്റപ്പെടുത്തി ഐസൊലേറ്റ് ആക്കി വെച്ചിരിക്കുകയാണ്. ഓക്കെ, അവരെ തള്ളിക്കളഞ്ഞു, അവരെ മാറ്റിയിട്ട് ഇപ്പം നിങ്ങളെ പിടിച്ചിരിക്കുന്ന സ്റ്റെമ്മിൽ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ആകെ 2 തളിരേ ഉള്ളൂ. ഒന്ന് നിങ്ങളും നിങ്ങളുടെ പേഴ്സണുമാണ്. ഓക്കെ, അപ്പം ഇതാണ് രാവിലെ ഇരുന്ന് ആലോചിക്കുന്നത്, നിങ്ങളിലേക്ക് വരണം. പക്ഷെ നിങ്ങളുടെ മുമ്പിൽ നേരിട്ട് വന്ന് പ്രത്യക്ഷപ്പെടാൻ പറ്റത്തില്ല. നിങ്ങൾ പോകുന്ന വഴിക്കൊക്കെ എന്നും വരും വഴി വക്കിലൊക്കെ പാട്ടും പാടിക്കൊണ്ടൊക്കെ ഒളിഞ്ഞു നിന്ന് എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടായിരിക്കാം. എന്തായാലും ഡയറക്റ്റ് വന്നിട്ടില്ല, ഒളിഞ്ഞു നോട്ടം മാത്രമേ ഇപ്പം നടക്കുന്നുള്ളൂ. പക്ഷെ നിങ്ങളെ മുറുക്കി പിടിച്ചിട്ടുണ്ട്, നിങ്ങളെന്നുള്ള വിശ്വാസത്തെ പിടിച്ചിട്ടുണ്ട്, ആ ഒരു സിറ്റുവേഷനെ മുറുക്കി പിടിച്ചിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ എന്നുള്ള വ്യക്തിയെ മുറുക്കി തന്നെ പിടിച്ചിട്ടുണ്ട്. നിങ്ങളെ ചിലപ്പോൾ ഇമോഷണൽ വരുന്ന വഴിയിലൊക്കെ വന്ന് നിന്നിട്ട് ചിലപ്പോൾ പതുക്കെ കണ്ട് മിണ്ടി ഇമോഷണലായിട്ടൊക്കെ സംസാരിച്ചെടുത്ത്, അല്ലെങ്കിൽ പതുക്കെ ഇപ്പോൾ വഴിയിലൊന്നും വന്ന് നിൽക്കൊക്കെ ഇല്ലല്ലോ, ഇപ്പോൾ ഓൺലൈൻ അല്ലേ ഉള്ളൂ. അപ്പം ഇടയ്ക്ക് ബ്ലോക്ക് മാറ്റി ഓൺലൈൻ കാണിച്ച് നോക്കും, അല്ലെങ്കിൽ സ്റ്റാറ്റസ് ഇട്ട് നോക്കും, നിങ്ങൾ കണ്ടോയെന്ന് നോക്കും, നിങ്ങളുടെ ലിസ്റ്റ് ഉണ്ടോ എന്ന് നോക്കും. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. ഇപ്പോൾ വഴിയരികത്തൊന്നും കാത്തുനിപ്പോൾ ഈ ഒരു കാലഘട്ടത്തിലില്ല. ഇപ്പോൾ ഓൺലൈൻ ആയതുകൊണ്ട് ഓൺലൈൻ ഓപ്പൺ ആണോ ഡൗൺ ആണോ എന്ന് മാത്രമേ നോക്കുകയുള്ളൂ. ഓക്കെ, പിന്നെ കാണുന്നവർ വന്ന് കാണാമെന്നുള്ളവർ കാണുകയും ചെയ്യും. അപ്പോൾ എന്തായിരുന്നാലും നിങ്ങളെ ഒന്ന് കാണണം, നിങ്ങളുടെ ഒന്ന് ശ്രദ്ധിക്കണം. നിങ്ങളുടെ മനസ്സിലിപ്പോൾ എന്താണ്, അവരുണ്ടോ, ഇങ്ങോട്ട് അങ്ങനെ ഒന്ന്
നിലത്ത് തന്നെ ഇട്ട കാർഡിൽ കണ്ടില്ലേ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പം ചൂണ്ടയിൽ കൊത്താനുള്ള വല്ല സാധ്യതയുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഒളിഞ്ഞു നോക്കുകയാണ്. ഒരു സംശയത്തോടു കൂടിയാണ് നോക്കുന്നത്. ആ കണ്ണ് അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ സൂം ചെയ്ത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു സംശയത്തോടെ, ഒരു കള്ള ലക്ഷണത്തോടു കൂടിയാണ് നോക്കുന്നത്. ഓക്കെ, അവരുടെ ഡ്രസ്സ് കണ്ടോ? അവരുടെ ഡ്രസ്സ് കണ്ടു കഴിഞ്ഞാൽ തോറ്റൊന്നും തരാൻ പോണില്ല. അഥവാ നിങ്ങളിപ്പം അവരുടെ വരുതിയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ പറയുന്ന ഒരൊറ്റ കാര്യമുള്ളൂ, നീ ഒറ്റ ഒരുതി കാരണമോ അല്ലെങ്കിൽ നീ ഒറ്റ ഒരുത്തൻ കാരണമാണോ ഇതെല്ലാം എൻ്റെ ലൈഫിൽ സംഭവിച്ചത്, ഇങ്ങനെയൊക്കെ സംഭവിച്ചത് നീ കാരണമാണെന്ന് മാത്രം പറഞ്ഞ് അവരവിടെ ഫുൾ സ്റ്റോപ്പ് ചെയ്യും. ഓക്കെ, എന്തായാലും അവരതിനുള്ള കാര്യങ്ങൾ തലയിലെടുക്കാൻ അവർ ശ്രമിക്കത്തില്ല. അവർ ചിന്തിക്കുന്നുണ്ട്. അവരുടെ ചിന്ത ഇപ്പം വൈറ്റ് കളറാണ്. ഓക്കെ, നല്ല രീതിയിൽ അപ്പം യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് കിട്ടിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ആ മെസ്സേജ് വഴി ചിന്തിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതായിരുന്നു രാവിലെയുള്ള നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത. അടുത്തത് 4 ഓഫ് പെൻഡിക്കിളാണ്. മറ്റ് ചില പേഴ്സൺ, എല്ലാ പേഴ്സണിൻ്റെയും കാര്യമല്ല, മറ്റ് ചില പേഴ്സണാണ്. ഇത് എത്ര പേർക്ക് റെസനേറ്റ് ആകുമെന്ന് അറിയത്തില്ല. മറ്റ് ചില പേഴ്സൺ നിങ്ങളെ നെഞ്ചത്തോട് ചേർത്ത് വെച്ചിരിക്കുകയാണ്. അതും ഐസൊലേറ്റാണ്. ഓക്കെ, ആ പേഴ്സണും ഐസൊലേറ്റാണ്. ഐസൊലേറ്റ് എന്ന് പറയാൻ കാരണം നിങ്ങളത് സൂം ചെയ്ത് നോക്കുക. അവർ ആ ബിൽഡിങ്ങുകളെല്ലാം ദൂരെയാണ്. അവരുടെ കുടുംബവും കാര്യങ്ങളും മനുഷ്യരുമായിട്ടുള്ള ഇടപെടലും കാര്യങ്ങളും ഒക്കെ അങ്ങ് ദൂരെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. എന്നിട്ട് അവർ ഐസൊലേറ്റ് ആയിട്ട് വന്നിരിക്കുകയാണ്. അവരിയ്ക്കുന്നത് ഒരു കല്ലിൻ്റെ മുകളിലാണ്. ആ കല്ലെന്ന് പറയുന്നത് അവരുടെ മനസ്സാണ്. കുറച്ച് കഠിനമായിട്ടുള്ള ഒരു ഹൃദയം, ഒരു അത്ര പെട്ടെന്ന് അലിയുന്ന ഹൃദയമൊന്നും അല്ല. അപ്പോൾ അവരുടെ ആ ഒരു കഠിന ഹൃദയം കൊണ്ടായിരിക്കാം അവരുടെ നിന്ന് ആൾക്കാരെല്ലാം ദൂരെ ആയിരിക്കുന്നത്. ദൂരെ എന്ന് പറയുമ്പോൾ ചിലപ്പം ഒരു വീട്ടിലൊരു മുറിയിൽ തന്നെ ആയിരിക്കാമെങ്കിലും അവരുമായിട്ട് അത്ര കാര്യങ്ങളും ബന്ധുക്കളൊക്കെ വീട്ടിലൊക്കെ ഉണ്ടെങ്കിലും അവരതിന് അധികം വിളിക്കുകയും സംസാരിക്കുകയും ഒന്നും ചെയ്യാത്തതും അവരെ എല്ലാ കാര്യത്തിലും ഇടപെടാത്തതൊക്കെ നിർത്തുന്ന ഒരു പ്രകൃതം. അതാണ് ഐസൊലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ്. ഇപ്പം ദൂരെ എന്ന് പറയുമ്പോഴത്തേക്ക് ചിലപ്പം ഫിസിക്കലി ദൂരെ ആകാം, മെൻ്റലി ദൂരെ ആകാം. ഇപ്പം നിങ്ങളുടെ പേഴ്സണെ സംബന്ധിച്ചിട്ട് ചിലപ്പം മെൻ്റലി ദൂരെ ആയിരിക്കും. ഒരു റൂമിൽ ഒരു വീട്ടിൽ തന്നെ കഴിയുന്നെങ്കിലും ബന്ധുക്കളുമായിട്ടങ്ങ് അധികം സംസാരിക്കാതെ എടുക്കാതെയൊക്കെ നടക്കുന്നതായിരിക്കും. അല്ലെങ്കിൽ ഫ്രണ്ട്സുകളുമായിട്ട് അധികം മിണ്ടാതെയൊക്കെ ഇരിക്കുന്നതായിരിക്കും. എങ്കിൽ പോലും നിങ്ങളെ നെഞ്ചത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. ആർക്കും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. പിന്നെ തലയുടെ മുകളിൽ ഒരെണ്ണം വെച്ചിട്ടുണ്ട്, കാലിൽ 2 വെച്ചിട്ടുണ്ട്. അവരുടെ അടുത്തൊന്നും ഒരു മനുഷ്യർ പോലും ഇല്ല. അപ്പം ഇതൊന്നും ആരെയും തൊടിയിക്കത്തില്ല. ഇതെല്ലാം എനിക്ക് ഒറ്റയ്ക്ക് ചുമക്കണം, എനിക്ക് ഒറ്റയ്ക്ക് വേണം എന്നുള്ളൊരു ചിന്തയിലാണ്. അപ്പം നിങ്ങളെന്നും വേറെ ആർക്കും വിട്ടുകൊടുക്കാൻ അവർ തയ്യാറാകുന്നില്ല. ഓക്കെ, നിങ്ങളവരെ നെഞ്ചത്തോട് ചേർത്ത് വെച്ചിട്ടുണ്ട്. നിങ്ങളോടുള്ള സ്നേഹമുണ്ട്, എല്ലാ കാര്യങ്ങളും ഉണ്ട്. എന്നാൽ തലയിലിരിക്കുന്ന പെൻഡിക്കിൾ ചിലപ്പോൾ അവർ നേടിയിട്ടുള്ള എന്തെങ്കിലും അധികാരമായിരിക്കും. അത് നേരെ ചൊവ്വേ പഠിച്ചൊക്കെ എടുത്തതായിരിക്കത്തില്ല, പഠിച്ച് തന്നെ കിട്ടിയതായിരിക്കത്തില്ല. ചിലപ്പോൾ അതല്ല അധ്വാനിച്ച് കിട്ടിയതൊന്നും ആയിരിക്കത്തില്ല. പണം കൊടുത്ത് ചിലപ്പോൾ കിട്ടിയ എന്തെങ്കിലും ജോലിയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ പണം കൊടുത്ത് വാങ്ങിച്ച ചില അധികാരങ്ങളോ അതൊക്കെ ആയിരിക്കാം. ആ ഒരു കാര്യം അല്ലെങ്കിൽ മുകളിലിരിക്കുന്ന ഒരു തേർഡ് പാർട്ടി അത് നിങ്ങൾക്ക് ആരെ വേണമെങ്കിലും നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് വിചാരിച്ചോ. ജോലിയാണെങ്കിൽ ജോലി, അല്ല ഏതെങ്കിലും റിലേഷൻ ആണെങ്കിൽ റിലേഷൻ, അല്ലെങ്കിൽ വൈഫാണെങ്കിൽ വൈഫ്, ഹസ്ബൻഡ് ആണെങ്കിൽ ഹസ്ബൻഡ്, ഏതാണെങ്കിലും ആ തലയിലിരിക്കുന്നത് ഒരു തേർഡ് പാർട്ടിയാണ്. തേർഡ് പാർട്ടി നിങ്ങൾക്ക് ഏത് രീതിയിലും എടുക്കാം കേട്ടോ. നെഞ്ചത്തിരിക്കുന്നത് നിങ്ങളാണ്. ഓക്കെ, അപ്പം അവർക്ക് ഇപ്പം നിങ്ങളെ വിട്ട് കളയാനും വയ്യ, എന്നാൽ ഉത്തരത്തിയിരിക്കുന്ന എടുക്കുകയും വേണം. കയ്യിലിരിക്കുന്ന പോവുകയും പാടില്ല, ഉത്തരത്തിയിരിക്കുന്ന എടുക്കുകയും വേണം. അപ്പോൾ ആ ഒരു രീതിയിലിരുന്ന് ആലോചിക്കുകയാണ്. ഇപ്പോൾ എന്താ വഴിയെന്നുള്ള കാര്യമാണ് ഇന്ന് രാവിലെ ഇരുന്ന് ആലോചിക്കുന്നത്. കാരണം ഇതും വേണം, അതും വേണം, എല്ലാം വേണം. ആർക്കും ഇട്ട് ഷെയർ ചെയ്യാനും പറ്റത്തില്ല. പണത്തിന് വേണ്ടി ചുവട് മാറ്റി ചവിട്ടാനും പറ്റത്തില്ല. അവർ നിൽക്കുന്ന നിലനിൽപ്പ്, അവരിപ്പം നിൽക്കുന്നത് ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു സ്ഥലത്തായിരിക്കും. അവർക്കുള്ള കാര്യങ്ങളെല്ലാം അങ്ങ് നടന്നു പോകുന്ന രീതിയിലായിരിക്കും നിൽക്കുന്നത്. ചിലപ്പം അവരുടെ വിദ്യാഭ്യാസമാണെങ്കിലും തേർഡ് പാർട്ടി ആണെങ്കിലും തേർഡ് പാർട്ടിയുടെ വിദ്യാഭ്യാസമാണെങ്കിലും ജോലിയാണെങ്കിലും ചിലവാണെങ്കിലും വണ്ടിക്കുള്ള എണ്ണടി ആണെങ്കിലും ഒക്കെ അതിലങ്ങ് പോകുന്നുണ്ടായിരിക്കും ഇപ്പം നിൽക്കുന്ന സിറ്റുവേഷനിൽ. ആ സിറ്റുവേഷനിൽ നിന്ന് മാറ്റി ചവിട്ടാനും വയ്യ എന്നിട്ട് നിങ്ങളിട്ട് കളയാനും പറ്റത്തില്ല. ആ ഒരു സിറ്റുവേഷനിലാണ് അവരിയ്ക്കുന്നത്. ഓക്കെ,
സാമ്പത്തികപരമായിട്ട് ഒരുപാട് പണത്തിനോടൊരു ആഗ്രഹമുള്ള ഒരു അത്യാർത്ഥിയുള്ള ഒരു വ്യക്തിയാണ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ അത്രയ്ക്ക് ഒരു ശുദ്ധാത്മാവായിട്ടൊന്നും തോന്നുന്നില്ല. നിഗൂഢതകൾ അവരുടെ ശരീരത്ത് ഇട്ടിരിക്കുന്ന അടിയിൽ അവരുടെ ദേഹത്തോട് ഒട്ടിക്കിടക്കുന്ന ഡ്രസ്സെന്ന് പറയുന്നത് നീല കളറിലെ ഡ്രസ്സാണ് ഒട്ടിക്കിടക്കുന്നത്. അത് ആ നീല പോലെ ഒരു പുറത്ത് കാണിക്കുന്നില്ല. നിഗൂഢതകളെല്ലാം കൂടി ചേർത്ത് വെച്ചിരിക്കുന്നതാണ്. ഒരുപാട് ആഴങ്ങൾ, സമുദ്രങ്ങൾ എങ്ങനെയാണ് നീല കളറാണ്. അപ്പോൾ അതിലൊരുപാട് കാര്യങ്ങളിങ്ങനെ മറിഞ്ഞു ഒളിഞ്ഞും കിടപ്പുണ്ട്. നമ്മൾ എത്ര അന്വേഷിച്ച് തന്നാലും അതിനെ കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. അതുപോലെയാണ് നിങ്ങളുടെ പേഴ്സണിൻ്റെ ശരീരത്തിൽ ചേർന്നിരിക്കുന്ന വസ്ത്രം. വെള്ള വസ്ത്രമായിരുന്നെങ്കിൽ നല്ല പരിശുദ്ധാത്മാവെന്ന് നമുക്ക് പറയാമായിരുന്നു. പക്ഷേ ഇപ്പം അത് നീല കളറിലായിരിക്കുന്നത്. ഇനി മാറിക്കൂടാന്നില്ല, കളറ് മാറുമായിരിക്കാം. ഇപ്പം എന്തായാലും ഒരുപാട് കള്ളങ്ങളും ഇതെല്ലാം ഒളിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. അതിൻ്റെ മുകളിൽ കൂടി സ്നേഹമുണ്ട്. ആ സ്നേഹത്തിൻ്റെ മുകളിൽ കൂടി ഒരു കറുത്ത തുണിയെടുത്ത് മൂടിയിട്ടുണ്ട്. ഒരു എന്തുവാ പിശുക്ക് പോലെ, പിശുക്കെന്ന് പറയാൻ പറ്റത്തില്ല, ഒരു പ്രത്യേക സ്വഭാവം, ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു സ്വഭാവം കൊണ്ട് മൂടിയിട്ടുണ്ട്. കല്ല് പോലുള്ള സ്വഭാവം, കല്ല്, സ്ട്രോങ് ആയിട്ടുള്ള, ആർക്കും ഇഷ്ടപ്പെടാത്ത കല്ല്, മരക്കല്ല് പോലത്തെ, മരക്കല്ലല്ല വെറും കല്ല്, ആ സ്വഭാവം വെച്ച് മൂടിയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ഇവരുടെ ബന്ധുക്കളിൽ നിന്നെല്ലാം ഇവരെ അകന്നു പോയിരിക്കുന്നത്. സ്നേഹവും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ പോലും അതൊന്നും പ്രകടമാക്കത്തില്ല. അവർക്കെപ്പോഴും റഫ് അങ്ങനെ ഇരിക്കണം. ഒരു പ്രകൃതക്കാരാണ്. പണത്തിന് വേണ്ടിയിട്ട് അവർ മറ്റുള്ളവരുമായിട്ട് വഴക്കുണ്ടാക്കി സെൽഫിഷ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ്. സെൽഫിഷ്. ഓക്കെ, അപ്പം ഇന്ന് രാവിലെ ചിന്തിച്ചത് ഇതാണ്. നിലനിൽപ്പ് നോക്കണം, അവർ നിൽക്കുന്ന സ്ഥലം നോക്കണം, നിങ്ങളെ നഷ്ടപ്പെടാൻ പാടില്ല, ഉത്തരത്തിയിരിക്കുന്ന എടുക്കുകയും വേണം. അത് ജോലിയാവും, പേഴ്സണാവും, അല്ലെങ്കിൽ ഫാമിലി ആവും, എന്തും ആകും. ഓക്കെ, അതിനെക്കുറിച്ചുള്ള ചിന്തയിലാണ് അവർ. അടുത്തത് ദ സ്ട്രെങ്ത് ആണ്. എന്തിനും മനസ്സ് ഒന്ന് പുതുക്കി രൂപാന്തരണം വരണം. ഇപ്പോൾ ഉള്ള ഈ ഒരു കല്ല് മനസ്സും കൊണ്ടൊന്നും വന്നു കഴിഞ്ഞാലൊന്നും നിങ്ങളുടെ അടുത്ത് വന്നാലൊന്നും ഇനി കാര്യം നടക്കത്തില്ല. മനസ്സൊക്കെ ഒന്ന് കുറച്ച് നല്ലൊരു മനസ്സൊക്കെ ആവണം. ഒരു രാജാവിനെ പോലെയൊക്കെ ആകണം. സ്ട്രെങ്ത് വേണം. നിങ്ങളുടെ മുമ്പിൽ വരണമെങ്കിൽ സ്ട്രെങ്ത് വേണം. നിങ്ങൾ ആ സ്ട്രെങ്ത് ഇല്ലാത്തത് കൊണ്ടാണ് കള്ളക്കണ്ണൊക്കെ വെച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഒളിച്ചും പാത്തും നോക്കുന്നത്. സ്ട്രെങ്ത് ഉള്ള ഒരാളും ഒളിഞ്ഞും പതുങ്ങി നോക്കത്തില്ല, നേരിട്ട് വന്ന് നോക്കത്തേ ഉള്ളൂ. ഓക്കെ, നിങ്ങളെ ഫേസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് അവർ ഒളിഞ്ഞും പതുങ്ങി നോക്കുന്നത്. അപ്പോൾ നേരിട്ട് വരണം. നിങ്ങളുടെ ഫേസ് ടു ഫേസ് വരാനുള്ള ശക്തി, മാനസിക ബലം ആർജിച്ചെടുക്കണം അവർക്ക്. ഓക്കെ, ഒരു സിംഹത്തെ പോലെ സ്ട്രോങ് ആവണം. ഒരു സിംഹം എങ്ങനെയാണ്? കാട്ടിലെ രാജാവാണ്. അപ്പോൾ ഒരു രാജാവിനെ പോലെ നിങ്ങളുടെ മുമ്പിൽ വരണം. അതെങ്ങനെയൊക്കെ വരാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ്. അതിന് വേണ്ടിയിട്ട് അവർ എന്ത് ചെയ്യണമെന്ന് ആലോചിക്കുകയാണ്. യൂണിവേഴ്സിൽ അവർക്ക് തലയ്ക്ക് മുകളിൽ 8ൻ്റെ പണിയൊക്കെ കൊടുക്കുന്നുണ്ട്. 8ൻ്റെ പണിയൊക്കെ കൊടുത്തവരെ അങ്ങ് പിടിച്ചിരുത്തിയിരിക്കുകയാണ്. ഇനിയിപ്പം അടങ്ങിയിരിക്കാം. കാരണം എവിടെയാണോ പോയത്, നിങ്ങളെ വിട്ട് ഏത് ഭാഗത്തോട്ടാണോ പോയത്, ജോലിയിലോട്ടാണോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലുമൊക്കെയാണോ പോയത്, അവിടെ എല്ലാം പരാജയമൊക്കെ കൊടുത്ത് 8ൻ്റെ പണി കിട്ടി അവിടെ അടങ്ങിയിരിക്കുകയാണ്. അവരുടെ തലയ്ക്ക് മുകളിൽ കാണുന്നത് ബ്ലെസ്സിങ് ആണ്. യൂണിവേഴ്സിൻ്റെ ഒരു ഇടപെടലാണ്. യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ് മാത്രമല്ല, യൂണിവേഴ്സിൻ്റെ ഇടപെടൽ കൂടിയാണ്. ഓക്കെ, എന്തായാലും അത് യൂണിവേഴ്സിൻ്റെ ഒരു ചിഹ്നമാണത്. ഓക്കെ, അപ്പം നിങ്ങളുടെ പേഴ്സൺ സ്റ്റേബിൾ ആകാൻ വേണ്ടിയിട്ട്, സ്റ്റേബിളായിട്ട് ആ പിക്ചറിൽ നമുക്ക് കാണാൻ കഴിയും. ഒരു ചെറിയ കുന്ന് കാണാൻ പറ്റും. ഒരു സ്റ്റേബിളായിട്ടുള്ളൊരു തീരുമാനത്തിന് വേണ്ടിയിട്ട് അതിനെന്ത് വേണം? സ്ട്രെങ്ത് വേണം. സ്ട്രെങ്ത് വാങ്ങിച്ച് ദൈവികമായിട്ടുള്ള ഒരു സ്പിരിച്വലായിട്ടുള്ളൊരു കാര്യം വേണം. അത് കഴിഞ്ഞിട്ടൊരു സ്ട്രെങ്ത് എടുക്കണം. അപ്പോൾ ഇതെല്ലാം കിട്ടിയെങ്കിൽ മാത്രമേ നിങ്ങളടുത്ത് നിങ്ങളുടെ പേഴ്സണ് വരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതൊക്കെ എവിടെ നിന്ന് കിട്ടും? ഇനിയിപ്പോൾ സ്ട്രെങ്ത് എവിടെ നിന്ന് ഒപ്പിക്കാം? സ്ട്രെങ്ത് എങ്ങനെ കിട്ടും എന്ന് നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് ജിമ്മിലൊന്ന് പോകുന്ന കാര്യത്തെക്കുറിച്ച് ചിലപ്പോൾ അങ്ങനെ ആകാം കേട്ടോ. സ്ട്രെങ്ത് കിട്ടാൻ വേണ്ടി ജിമ്മിൽ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നലത്തെ ഇതിൽ തന്നെ കണ്ടില്ലേ, നിങ്ങളെ എങ്ങനെ ചൂണ്ടയിട്ട് പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പം ചിലപ്പോൾ നിങ്ങൾക്ക് ബോഡി അട്രാക്ഷനൊക്കെ കാണിച്ച് നിങ്ങളെ ചൂണ്ടയിടാന്നുള്ള രീതിയിലാണെങ്കിൽ ഇന്നലത്തെ ഇത് കണ്ടെങ്കിലേ അവർക്ക് മനസ്സിലാവുള്ളൂ കേട്ടോ. ഒരു ആളെ ചൂണ്ടയിട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ പിക്കിൻ്റെ കാര്യമാണ് ഈ പറയുന്നത്. അപ്പം ബോഡി ഷേപ്പൊക്കെ കാണിച്ച് ചിലപ്പം മസിലും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് അങ്ങനെ ആകാൻ സാധ്യത ഉണ്ട്.
എങ്കിലും കൂടുതലും സ്ട്രെങ്ത് മാനസിക സ്ട്രെങ്താണ് ഇവിടെ പറയുന്നത്. ശാരീരികമായ സ്ട്രെങ്തും ഉൾപ്പെടാം, ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടാം. ഇപ്പോൾ മാനസികമായിട്ടുള്ള സ്ട്രെങ്ത് എടുക്കാനാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഓക്കെ, അപ്പം അവരിതാണ് ഇന്ന് രാവിലെ ചിന്തിച്ചത്, നിങ്ങളടുത്ത് വരണം, അതിനുള്ള വഴി എങ്ങനെയൊക്കെ സ്ട്രെങ്ത് എടുക്കാം എന്നുള്ള രീതി. അപ്പം നിങ്ങൾ ഏതൊക്കെ രീതിയിലാണ് അവരെ ഉൾക്കൊള്ളുന്നത്, എത്ര ധൈര്യത്തോടെ വരണം, നിങ്ങൾ ഇങ്ങോട്ട് പറയുമ്പോൾ എന്തൊക്കെ മറുപടി അങ്ങോട്ട് പറയണം, നിങ്ങളെ ജയിച്ച് നിൽക്കണ്ടേ, രാജാവാകണ്ടേ, അതിനു വേണ്ടി നിങ്ങൾ ഇന്ന ചോദ്യങ്ങൾ ചോദിക്കുമല്ലോ, അപ്പം ഞാൻ ഇന്ന ഉത്തരങ്ങൾ പറയണമല്ലോ. അപ്പോൾ അവിടെ സിംഹത്തെ പോലെ രാജാവായി നിന്ന് മറുപടി പറയാൻ കഴിയണം. അതിന് വേണ്ടിയിട്ടുള്ള ഉത്തരങ്ങളെല്ലാം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക. അടുത്ത കാർഡ് വന്നിരിക്കുന്നത് ദ മൂണാണ്. ഗ്രഹണം മാറുന്നു. അത് സൂം ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് സൂം ചെയ്ത് നോക്കുമ്പോഴത്തേക്ക് ഈ ടാരോ റീഡിൻ്റെ തന്നെ ഒരു കാർഡിൻ്റെ ഒരു ചെറിയൊരു ഇത് മനസ്സിലാവും കേട്ടോ. അപ്പം ആ പറയുന്നതും ഇതുമായിട്ട് നിങ്ങൾക്ക് അത് കമ്പയർ ചെയ്ത് നോക്കാം. പറയുന്നതിൽ കുറച്ചൊക്കെ നിങ്ങൾക്കൊരു ഇത് വരും. ഇത് ഗ്രഹണം മാറുന്നു. ഇപ്പം സൂര്യനും ചന്ദ്രനും കൂടി ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് കറുത്തിരുണ്ട് നിൽക്കത്തില്ലേ, സൂര്യനെ മറച്ചിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് കറുത്തിരുണ്ട് നിന്നിട്ട് ചന്ദ്രൻ ഇങ്ങനെ പതുക്കെ മാറിപ്പോവുകയാണ്. ഇപ്പോൾ പകുതി സൂര്യനും പകുതി ചന്ദ്രനുമായിട്ട് നിൽക്കുകയാണ്. അപ്പം ആ ഒരു ബദലെന്ന് പറയുമ്പോഴത്തേക്ക് എന്തോ മേഘം, കറുത്ത മേഘം, ആ അതങ്ങ് മാറുകയാണ്, കറുത്ത മേഘം അങ്ങ് മാറുകയാണ്. ഓക്കെ, കറുപ്പല്ല, ഇവിടെ ഇപ്പോൾ മഞ്ഞയാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഒരു കൺഫ്യൂഷനും കാര്യങ്ങളും എന്തിനെക്കുറിച്ചാണെങ്കിലും ഒരു ക്ലാരിറ്റി, യെല്ലോ എന്ന് പറയുമ്പോൾ ഒരു ക്ലാരിറ്റിയാണ് അവിടെ കൊണ്ടുവരാൻ പോകുന്നത്. യെല്ലോ കളറ് ക്ലാരിറ്റിയാണ് സൂചിപ്പിക്കുന്നത്. എന്തെങ്കിലും കുറിച്ച് ഒരു ക്രിയേഷൻ കൊണ്ടുവരുന്നു, എങ്ങനെയൊക്കെ ചെയ്യാം, ഒരു ക്രിയേറ്റിവിറ്റി, ക്രിയേഷൻ എന്തെങ്കിലുമൊക്കെ നമ്മൾ നടപ്പിലാക്കി കൊണ്ടുവരത്തില്ലേ, അതിനൊക്കെ ഉള്ള പ്ലാനിങ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ആദ്യം തന്നെ നോക്കിയാൽ അറിയാം, ഒരു പട്ടിക്കുട്ടിയും ഒരു കുറുക്കനും കൂടി വന്ന് നിന്ന് കുരയ്ക്കുന്നതായിട്ട് കാണാം. തേർഡ് പാർട്ടിയാണ് അവർ. തേർഡ് പാർട്ടി എന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളുമായിട്ട് അടുക്കരുത് എന്ന് പറഞ്ഞ് ചിലപ്പോൾ അവരെ വീട്ടിൽ നിന്നായിരിക്കാം, തേർഡ് പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആൾക്കാർ, ഫ്രണ്ട്സുകളായിരിക്കാം. അങ്ങനെയുള്ള ആൾക്കാരെല്ലാം കൂടി വന്ന് ഇങ്ങനെ ചെവിയിൽ ഇങ്ങനെ കുരച്ചു കൊടുക്കുക, ഇങ്ങനെ കുരയ്ക്കുന്നതുണ്ട്, ഇങ്ങനെ ഓരിട്ട് അങ്ങോട്ട് പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുക, രണ്ടുപേരും മത്സരിച്ച് പറയുക. പക്ഷെ അതൊന്നും കേൾക്കാൻ അതിലിരിക്കുന്ന ആ മുഖത്തിന് പറ്റുന്നില്ല. ആ മുഖം എന്തൊക്കെയോ ആലോചനകളിലാണ്, രാവിലെ എഴുന്നേറ്റ ആലോചനയിലാണ്. എങ്ങോട്ട് നോക്കിയിട്ട്? താഴോട്ട്, ഇമോഷനിലോട്ട് നോക്കിയിട്ട്, കടലിലോട്ട് നോക്കിയിട്ട്, ഇളകി മറിയുന്ന തിരമാലകളിലോട്ടാണ് മുഖം വെച്ചിരിക്കുന്നത്. അങ്ങോട്ട് നോക്കിയിട്ടാണ്, അങ്ങോട്ട് മുഖം കുനിച്ച് വെച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പം ഇമോഷണലായിട്ടുള്ള തൻ്റെ ഇമോഷൻ ആരാ? നിങ്ങളാണ് നിങ്ങളുടെ പേഴ്സൻ്റെ ഇമോഷൻ. അപ്പം അതിനെക്കുറിച്ചുള്ള ചിന്തയിലാണ് നിങ്ങളുടെ പേഴ്സൺ. മറ്റുള്ളവരുടെ കുറച്ചിലൊന്നും അവരിപ്പോൾ കേൾക്കുന്നില്ല. ഇത്രയും നാൾ കേട്ടോണ്ടിരുന്ന് ഇപ്പം എന്തായാലും കേൾക്കുന്നില്ല. അതുമല്ലെങ്കിൽ അവരുടെ ഉള്ളിൽ തന്നെ കിടന്ന്, എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തേർഡ് പേഴ്സൺ ഇല്ലാതെ സ്വന്തം ഓവർ തിങ്കിങ് ഒരു തേർഡ് പാർട്ടി ആകാം. നമ്മുടെ തന്നെ ഓവർ തിങ്കിങ് 24 മണിക്കൂർ നമുക്ക് നെഗറ്റീവായിട്ട് നമ്മുടെ ചിന്തകൾ നമുക്ക് ഓവറായിട്ട് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ, നമ്മളെ ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ തേർഡ് പാർട്ടിയാണ്. ഓക്കെ, ഇവിടെ പേഴ്സൻ്റെ മനസ്സ് തന്നെയാണ് ചിലപ്പം പേഴ്സണോട് ഈ കിടന്ന് കുരച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു പട്ടിക്കുട്ടിയായിട്ടും ഒരു മറ്റേ എന്തുവാ അത്, പോക്സ്, ഓക്കെ, അതായിട്ട് ഇങ്ങനെ ഇരുന്ന് ഓരിട്ടുകൊണ്ടിരിക്കുന്നത് അവരുടെ ഉള്ളിൽ തന്നെയാണ്. എന്താണ്? ഈഗോ. ഓറഞ്ച് കളറ് ഈഗോയും നെഗറ്റിവിറ്റിയാണ്. ഈഗോയാണ് ഓറഞ്ച് കളറിനെ സൂചിപ്പിക്കുന്നത്. ഈഗോയെയും നെഗറ്റീവിനെയും ആണ് പറയുന്നത്. നീ പോണ്ടേ, പോയി കഴിഞ്ഞ് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവൂലേ, അങ്ങനെയൊക്കെ പറയുന്നുണ്ട്. മറ്റേ യെല്ലോ കളറ് നീ ഒരു ന്യൂ ബിഗിനിങ് ചെയ്തു കഴിഞ്ഞാൽ നല്ലതായിരിക്കും. അപ്പോൾ രണ്ട് കാര്യങ്ങൾ അവരുടെ ഉള്ളിൽ തന്നെ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് ഓരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പം ഇത് അവരുടെ ഉള്ളിലെ തേർഡ് പാർട്ടിയും ആവാം. അവരുടെ ഉള്ളെന്ന് പറയുമ്പോഴത്തേക്ക് ഇനിയിപ്പം ആരെങ്കിലും ചിന്തിക്കും തേർഡ് പാർട്ടി കയറി ഉള്ളിലിരിക്കുന്നതെന്ന്. അതല്ല, അവരുടെ മനസ്സിൻ്റെ ചിന്ത,
ചിന്തയെയും തേർഡ് പാർട്ടി ആയിട്ട് എടുക്കും. ഓക്കെ, നിങ്ങൾക്കെതിരെയായിട്ട് ചിന്തിക്കുന്ന പല കാര്യങ്ങളും തേർഡ് പാർട്ടിയാണ്. ഓക്കെ, നിങ്ങളുടെ റിലേഷന് വേണ്ടിയിട്ട് നിങ്ങളുടെ അടുത്ത് പോണ്ട എന്നുള്ള ഓവർ തിങ്കിങ് വരെയാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ തോന്നിയാണ് വ്യത്യാസം വന്നു കഴിഞ്ഞാൽ ഞാൻ ഇനി സ്വീകരിക്കത്തില്ല എന്ന് വരുന്നത് അവിടെ ഒരു തേർഡ് പാർട്ടിയാണ്. ആ ഒരു തിങ്കിങ്, നിങ്ങളുടെ തിങ്കിങ് ഒരു തേർഡ് പാർട്ടിയാണ്. അത് ആ ഓറഞ്ച് കളറിലുള്ള പട്ടിക്ക്, ആ പട്ടിക്കുട്ടിക്ക് ഉദാഹരണമാണ്. അല്ല, എൻ്റെ പേഴ്സൺ ഇങ്ങ് വന്നെങ്കിൽ മതിയായിരുന്നു എന്ന് ചിന്തിക്കുന്നതും അത് ആ ഫോക്സിൻ്റെ, യെല്ലോ കളർ ഫോക്സിൻ്റെത്. ഓക്കെ, ഒരു ന്യൂ ബിഗിനിങ് നിങ്ങൾ ആഗ്രഹിക്കുന്നു എന്നതിന് തെളിവാണത്. അടുത്തത് 9 ഓഫ് പെൻഡിക്കിൾ. ചിലപ്പോൾ നിങ്ങളായിരിക്കാം, നിങ്ങളുടെ പേഴ്സൺ ആയിരിക്കാം. ഈ എനർജി രണ്ടുപേരിൽ ആർക്കെങ്കിലും ആയിരിക്കാം. ഒരു നല്ല ഫാമിലിയിലുള്ള ആൾക്കാരായിരിക്കും. എന്തെങ്കിലും കുറച്ച് ക്യാഷും കാര്യങ്ങളും അല്ലെങ്കിൽ പേരും പ്രശസ്തിയും ഒരുപാട് ഒക്കെ ഉള്ള പേര് കേട്ട ഒരു കുടുംബത്തിലുള്ള ആൾക്കാരായിരിക്കും നിങ്ങളോ നിങ്ങളുടെ പേഴ്സണോ. ആ കാർഡ് തന്നെ സൂം ചെയ്ത് നോക്കിയാൽ കാണാം, ഒരു ലേഡി ഒരു ഗൗൺ ഇട്ടിരിക്കുന്ന കാണാം. ആ ഡ്രസ്സ് ഏറ്റവും വിലപിടിപ്പുള്ള ഡ്രസ്സാണ്. അപ്പോൾ വിലപിടിപ്പുള്ള കാര്യങ്ങളൊക്കെ വയ്ക്കുന്നത് ഒരു കുറച്ച് സാമ്പത്തികമായിട്ട് ഉള്ള ആൾക്കാരാണ് വിലപിടിപ്പുള്ള ഡ്രസ്സുകൾ ഇട്ടിരിക്കുന്നത്. ഇന്ന് രാവിലത്തെ മെസ്സേജിൽ തന്നെ കണ്ടില്ലേ, നിങ്ങൾ ജഗിൾ ചെയ്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക്. അപ്പോൾ അതിൽ നിന്ന് നിങ്ങളെ ഏത് പൊസിഷനിലോട്ട് പോകണം, ഒരു നല്ലൊരു പൊസിഷനിലോട്ട് കൊണ്ടുപോകണം എന്നാണ് ഇന്ന് രാവിലത്തെ റീഡിങ്ങിൽ പറഞ്ഞത്. അപ്പോൾ ഇവിടെ അവരിട്ടിരിക്കുന്നത് നല്ല ഡ്രസ്സാണ്. ചിലപ്പോൾ നിങ്ങളായിരിക്കും ആ ഒരു ഇത്രയും ഗൗണിൽ അല്ലെങ്കിൽ അത്രയും വലിയ വില കൂടിയ വസ്ത്രത്തിൽ കാണുന്നത്. അതിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് തന്നെ വീനസിൻ്റെ സിമ്പൽ തന്നെയാണ് ആ ഡിസൈൻ. ഓക്കെ, ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. ശാന്തി സമാധാനമുള്ള ഒരു വ്യക്തിയാണ് നിങ്ങളെന്ന് അവർ ചിന്തിക്കുന്നുണ്ട്. നിങ്ങൾക്ക് അവർക്കോ കാരണം ഇവിടെ ഒരുപാട് പേഴ്സൻ്റെ എനർജികൾ മാറി വരാം. അപ്പം ചിലപ്പോൾ ഇത് പേഴ്സൻ്റെ എനർജി ആയിരിക്കും, അല്ലെങ്കിൽ വേറൊരു പേഴ്സൻ്റെ എനർജി ആയിരിക്കും. ഒരുപാട് പേരുടെ കയറി വരും. അവർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് പണത്തിൻ്റെ യാതൊരു അഹങ്കാരവുമില്ല. എത്ര പണം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിൻ്റെ ഒന്നും യാതൊരു പണം ഉണ്ട് എന്നുള്ളതിൻ്റെ ഒരു അഹങ്കാരവും കാര്യങ്ങളും ഇത്രയും ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങളുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും ഒരു ചിന്തയേ ഇല്ല. കാരണം ആ പെൻഡിക്കിൾ നിങ്ങൾ നോക്കിയാൽ കാണാം, അതൊന്നും അവരെ തലയ്ക്ക് മുകളിലല്ല. പക്ഷേ നേരത്തെ വായിച്ച 4 ഓഫ് പെൻഡിക്കിളിൽ തലയ്ക്ക് മുകളിൽ ഒരു പെൻഡിക്കിൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ആ പേഴ്സൻ്റെ കാര്യമല്ല പറയുന്നത്. ഇവിടെ പണത്തിനൊന്നും വലിയ ഇത് കൊടുക്കാത്തത്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ ചിന്തിക്കുകയാണ് നിങ്ങൾക്ക് പണത്തിന് വേണ്ടിയിട്ടൊന്നും വലിയ അഹങ്കാരമോ കാര്യങ്ങളൊന്നുമില്ല. നിങ്ങൾക്ക് ഒരുപാട് സാമ്പത്തികമായിട്ടുള്ളതൊക്കെ ഉണ്ട്, എങ്കിലും അതൊന്നും അവർ പ്രകടമാക്കത്തില്ല. ഒരുപാട് കുലീനത്വമുള്ള വ്യക്തിയാണ് എന്ന് നിങ്ങളെന്ന് അവർ ചിന്തിക്കുന്നു. ഓക്കെ, ആ പെൻഡിക്കിൾ മുഴുവനും അരക്കെട്ടിന് താഴോട്ടാണ്, ഒന്നും തലയ്ക്ക് മുകളിലോട്ട് ആ പണം വന്നിട്ടില്ല. ഓക്കെ, മാത്രമല്ല അവരുടെ ചുറ്റും കാണുന്ന അത് മൊത്തവും അവരുടെ പൂർവികന്മാർ കൊടുത്തിട്ടുള്ള അവരുടെ സമ്പാദ്യങ്ങളാണ്. ഒരുപാട് പ്രോപ്പർട്ടിയും കാര്യങ്ങളൊക്കെ ഉള്ള വ്യക്തിയാണ് നിങ്ങളോ അല്ലെങ്കിൽ അവരോ. ഓക്കെ, അപ്പം അതിലൊന്നും നിങ്ങൾക്ക് അത്ര താല്പര്യവും കാര്യങ്ങളൊന്നുമില്ല. എല്ലാ സ്വത്തുക്കളും ഒക്കെ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോലും നിങ്ങളെന്ത് ചെയ്യും? നിങ്ങൾ സ്വന്തമായിട്ട് കഷ്ടപ്പെട്ട് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഒരു പൊസിഷൻ, നിങ്ങളായിട്ടുള്ളൊരു പദവിയിൽ ഒരു രാജ്യം അല്ലെങ്കിൽ നിങ്ങളുടേതായിട്ട് നിയന്ത്രിക്കുന്ന ഒരു സിംഗിൾ പേരൻ്റായിട്ട് അല്ലെങ്കിൽ അത്രയും നല്ലൊരു വ്യക്തിയാണ് നിങ്ങൾ. ഓക്കെ, അത്രയും നല്ലൊരു വ്യക്തിയാണെന്ന് രാവിലെ ചിന്തിക്കുന്നുണ്ട്. ചുമ്മാതല്ല, ഇത്രയും പൈസയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടായിരിക്കും നിങ്ങൾക്ക് ഇത്രയും നിങ്ങളെ നെഞ്ചത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നത്. ഓക്കെ, കയ്യിലിരിക്കുന്ന പോവുകയും ചെയ്യരുത്, ഒത്തരത്തിയിരിക്കുന്ന എടുക്കുകയും വേണമെന്നും പറഞ്ഞ് നിൽക്കുന്നത് ചിലപ്പോൾ ഈ ഒരു കാര്യങ്ങൾ കൊണ്ടായിരിക്കാം. ഇത് എത്ര പേർക്ക് റെസൊണേറ്റ് ആവുമെന്ന് അറിയത്തില്ല. ആവുന്നവർ ഒന്ന് മെസ്സേജ് ചെയ്യണേ, കമൻറ്റ് ചെയ്തേക്കണേ. അവരുടെ ചുറ്റും എപ്പോഴും ഗ്രോത്താണ്. അവരുടെ കയ്യിലിരിക്കുന്നത് ആ ഒരു തത്തമ്മയെന്ന് പറയുന്നത് സമാധാനത്തിൻ്റെ പ്രതീകമാണ്. പിന്നെ അവരുടെ ചുറ്റിലും നല്ല ഗ്രോത്താണ്, അവരുടെ ചുറ്റുപാടെല്ലാം നല്ലതാണ്. ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടും നല്ലൊരു വ്യക്തിയാണ് നിങ്ങളെന്ന് അവർ രാവിലെ ഇരുന്ന് ചിന്തിക്കുകയാണ്. ഓക്കെ, ഇതിപ്പോൾ എല്ലാം എനർജിയും വരണമെന്നില്ല. ചിലപ്പം നിങ്ങൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലുമൊക്കെ ഗുണങ്ങളായിരിക്കും നിങ്ങൾക്ക്. എല്ലാ ഗുണങ്ങളും ചേർന്ന് വരണമെന്നില്ല. നിങ്ങൾ ചിലപ്പോൾ സ്വന്തമായിട്ട് അധ്വാനിക്കുന്ന വ്യക്തിയായിരിക്കും, അധ്വാനിച്ചുണ്ടാക്കുന്ന വ്യക്തിയായിരിക്കും.
നിങ്ങളിൽ എന്തെങ്കിലും ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കും, നിങ്ങൾ ഉയർന്ന് പോകുന്നുണ്ടായിരിക്കും, നിങ്ങളെല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കും, നിങ്ങളിൽ ഭയങ്കര ഒരു സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങൾ വരുന്നുണ്ടായിരിക്കും, നിങ്ങൾ മറ്റുള്ളവർക്ക് ഒരു ഗൈഡൻസ് കൊടുക്കുന്നുണ്ടായിരിക്കും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഓരോന്നായിട്ട് ഇതെല്ലാം കൂടി ചേർന്നിട്ട് ആണ് ഇവിടെ പറയുന്നത്. പക്ഷേ നിങ്ങൾക്ക് വരുമ്പോഴത്തേക്ക് ഇതിലേതെങ്കിലും ഓരോന്നൊക്കെ വരുള്ളൂ, എല്ലാം കൂടി ചേർന്ന് വരത്തില്ല. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾക്ക് കാശൊക്കെ കാണും, പിന്നെ നിങ്ങൾ ജോലിക്കൊന്നും പോകുന്നില്ലായിരിക്കും, നിങ്ങൾക്ക് ചിലവർക്ക് ചിലപ്പം എല്ലാ സ്വത്തുക്കളെല്ലാം പൂർവികന്മാരുടെ സ്വത്തുക്കളെല്ലാം കാണുമായിരിക്കും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഓരോരോ സ്റ്റെപ്പുകളായിട്ടായിരിക്കും വരുന്നത്. ചിലപ്പോൾ നിങ്ങൾക്ക് സമാധാനമുള്ള വ്യക്തിയായിരിക്കത്തില്ല. അപ്പോൾ ഓരോരോ ക്ലൂസ് ഇതിൽ പറയുന്ന ഓരോരോ ക്ലൂസ് നിങ്ങൾക്ക് ഓരോരുത്തർക്കായിരിക്കും വരുന്നത്, എല്ലാം കൂടി ചേർന്ന് ഒരാൾക്ക് വരത്തില്ല. ഓക്കെ, ഓവറോൾ എനർജി വന്നിരിക്കുന്നത് 3 ഓഫ് കപ്പാണ്. 3 ഓഫ് കപ്പ് പറയുന്നത് ആഘോഷമാണ്. വൈറ്റ്, റെഡ്, യെല്ലോ, സമാധാനം, പ്രണയം, ന്യൂ ബിഗിനിങ്. വൈറ്റ്, റെഡ്, യെല്ലോ, ഇത് 3 കളറും ഇത് ആണ് രാവിലെ ഇരുന്ന് ചിന്തിക്കുന്നത്. നിങ്ങളുടെ ഈ ഒരു മൊത്തത്തിലുള്ള ഓവറോൾ നിങ്ങളെക്കുറിച്ച് രാവിലെ ഇന്ന് മൊത്തം ചിന്തിച്ചത് സമാധാനവും പ്രണയവും ന്യൂ ബിഗിനിങ്ങും ആണ് ചിന്തിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമോഷണലായിട്ടാണ് ചിന്തിച്ചത്. അതാണ് കപ്പുകളെല്ലാം പൊങ്ങിയിരിക്കുന്നത്. ഓക്കെ, ഉയർത്തി പിടിച്ചിരിക്കുകയാണ്, ഉയരങ്ങളിൽ നിന്നാണ് വരുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് ഈ റീഡിങ് റെസണേറ്റ് ആകുന്നോന്ന് നോക്കുക. ആകുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, പോസിറ്റീവ് കമൻറ്റ് ഇടുക. പോസിറ്റീവ് കമൻറ്റ് നിങ്ങളുടെ പേഴ്സണ് വേണ്ടിയിട്ടാണ് ഇടേണ്ടത്. എന്നെ ഇതാണെങ്കിൽ നിങ്ങൾ അതിൻ്റെ കറക്റ്റായിട്ട് ഇട്ടാൽ മതി. ഒരിക്കലും നിങ്ങളുടെ പേഴ്സണെ കുറിച്ച് നെഗറ്റീവ് കമൻറ്റ് ഇടരുത്. പിന്നെ എൻ്റെ ഒരു കയ്യബദ്ധത്തിൽ എൻ്റെ ചാനൽ ഈ മാസം 22-ാം തീയതി ചിലപ്പോൾ ബാൻ ആവും. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പം ഞാൻ പുതിയതായിട്ട് തുടങ്ങേണ്ടതായിട്ട് വരും. ഇതുവരെ കിട്ടിയ സബ്സ്ക്രൈബർക്കെല്ലാം നന്ദി പറയുന്നു. ഇനി സപ്പോർട്ട് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. കാരണം ഇതുവരെ ചെയ്ത ഒരു സബ്സ്ക്രൈബറുടെ അടുത്തും ഞാൻ അങ്ങോട്ട് ചെന്ന് ഇത് പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഞാനിങ്ങനെ നിങ്ങൾ ചെയ്യുമോ എന്ന് മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അത് 1K ആയതിന് ശേഷം മാത്രമാണ് ഞാൻ അങ്ങനെ ചോദിക്കാൻ തന്നെ തുടങ്ങിയത്. അപ്പം നമ്മൾ ചോദിച്ച് കിട്ടുന്നതല്ല, നമുക്ക് കിട്ടുമ്പോഴാണ് അതിൻ്റെ ഒരു കാര്യമാവുന്നത്. അപ്പം നമുക്ക് നഷ്ടപ്പെടുമ്പോഴും നമ്മൾ അതേ കണക്ക് ചിന്തിക്കണം. വിഷമമില്ല എന്നല്ല, ഇപ്പോൾ എൻ്റെ ചാനൽ നഷ്ടപ്പെട്ടു പോയിരുന്നാലും എനിക്ക് സങ്കടമൊന്നുമില്ല. ഒരു ചെറിയൊരു വിഷമമുണ്ട്. കാരണം ഇത്രയും ആൾക്കാരെ പിന്നെ കോണ്ടാക്റ്റിൽ കിട്ടുമെന്നുള്ള കാര്യവും ഇതിൽ പല ആൾക്കാർക്കും അപ്പോൾ ഒരുപാട് അടുത്ത് നമ്മളിപ്പോൾ മെസ്സേജൊക്കെ ചെയ്യുന്നതാണ് ഒരുപാട് അടുത്ത് സംസാരിച്ച് പോകുന്നു, അവരുടെയൊക്കെ ഫാമിലി ആയിട്ടൊക്കെ തോന്നുന്നു. ഓക്കെ, അപ്പം ചിലപ്പം ബാനാവും 22-ാം തീയതി ഈ മാസം. എൻ്റെ ഒരു കയ്യബദ്ധം വന്നതാവും. എനിക്ക് വേറൊരു കൊച്ചു ചാനലുണ്ട്, കാരണം അതിൽ എൻ്റെ കുറേ ടിക്ടോക്ക് വീഡിയോ അതും ഇതൊക്കെ ഇട്ടിരുന്നതാണ്. അപ്പോൾ അതും ഇതും കൂടി ആയിട്ട് ഞാൻ അറിയാതെ അങ്ങ് ക്ലിക്ക് ചെയ്ത് ഇതായിപ്പോയി. അപ്പം വന്നപ്പോഴത്തേക്ക് പുറത്തുനിന്നുള്ള വീഡിയോസൊന്നും പറഞ്ഞുകൊണ്ട് ബാനായിട്ടുണ്ട്. 22-ാം തീയതിക്കുള്ളിൽ അത് എനിക്ക് അറിയാൻ മേല ഇതെങ്ങനെയാണ് അത് മാറ്റിയെടുക്കുന്നതെന്നുള്ള കാര്യം. എന്തായിരുന്നാലും 1 ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ എൻ്റെ ശബ്ദത്തെ കേട്ടതിന് ഞാൻ ഒരുപാട് നന്ദി യൂണിവേഴ്സിനോട് പറയുന്നു. എല്ലാവരും പോസിറ്റീവായിട്ട് തന്നെ ഇരിക്കണം. ആരും കരഞ്ഞു വിളിച്ചൊന്നും നടക്കരുത്. ഓവറായിട്ട് ടാരോ റീഡ് നോക്കരുത്. ഇപ്പോൾ എൻ്റെ ചാനലിൽ തന്നെയാണെങ്കിൽ നിങ്ങൾ നോക്കരുത്. നമുക്ക് ഇപ്പോൾ ഈ ടാരോ റീഡ് ഓപ്പൺ ആക്കി നിന്ന് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിലൊക്കെ പൈസ വന്നുകൊണ്ടിരിക്കത്തേ ഉള്ളൂ. പക്ഷെ നശിച്ചു പോകുന്നത് നിങ്ങളെന്നുള്ളൊരു വ്യക്തിയാണ്. നിങ്ങളുടെ സമയമാണ് നിങ്ങൾക്ക് പോകുന്നത്. നമ്മളിവിടെ സമയം യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. നമ്മളെ ടൈം ഇവിടെ ഒരു വർക്കാണ് നടക്കുന്നത്. ഇപ്പോൾ ടാരോ റീഡ് ചെയ്യുന്ന ഓരോ വ്യക്തികളും അവർക്ക് കിട്ടുന്ന വ്യൂസും കാര്യങ്ങളൊക്കെ അനുസരിച്ച് അവരുടെ അക്കൗണ്ടിൽ പൈസ വന്നുകൊണ്ടിരിക്കുകയാണ്. അവർ ടാരോ റീഡ് അതൊരു ബിസിനസ്സായിട്ടും കാര്യമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പം നിങ്ങളുടെ ടൈം നിങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുന്ന രീതിയിൽ ഉപയോഗിക്കണമെന്നാണ് ഇന്ന് രാവിലത്തെ മെസ്സേജ് യൂണിവേഴ്സ് തന്നിരിക്കുന്നത്. നിങ്ങളുടെ കർമ്മ എന്താണ് അത് ഒരുപാട് ചെയ്യുക എന്നും പറഞ്ഞ് ഇതൊന്നും അറിയരുതെന്നല്ല, അറിയുക ആവശ്യത്തിന്. ഒരുപാടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതും നമുക്ക് വിഷമായി മാറും. ഓക്കെ, പിന്നെ എനിക്ക് എൻ്റെ ചാനൽ പോകുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പം ഒരു കാര്യത്തിൽ നിന്ന് നമ്മളിപ്പം കഴകയറ്റം നിങ്ങൾക്കറിയാമോ, കഴകയറ്റം. അപ്പോൾ അതിൽ നമ്മളിങ്ങനെ മുകളിൽ ചെന്നിരുന്നാൽ ഒരുപാട് വട്ടം ചെല്ലുമ്പോഴത്തേക്ക് താഴെ വീഴും, പിന്നെയും വീഴും. അപ്പോൾ അത് നമുക്ക് നമ്മുടെ ലൈഫിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ സംഭവിക്കും. എനിക്കിപ്പോൾ 2.1K കൂടുതലായിട്ടുണ്ട്. അപ്പം
എൻ്റെ ലൈഫിൽ 20 ദിവസം കൊണ്ട് ഇത്രയും ഇതൊക്കെ ആവുക എന്ന് പറയുമ്പോൾ തന്നെ ഒരു നല്ലൊരു കാര്യം തന്നെയാണ്. അതിന് യൂണിവേഴ്സിന് ഞാൻ നന്ദി പറയുന്നു. അപ്പം അങ്ങനെ വീണാൽ തന്നെയും എനിക്ക് മനസ്സിലാവും ഇനി ഇപ്പോൾ എന്തൊക്കെ സ്റ്റെപ്പാണ് ഞാൻ നേരെ ആക്കേണ്ടത്. അപ്പം നിങ്ങളും ഇതാണ് ചിന്തിക്കേണ്ടത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ താഴെ വീണ് പോയി കഴിഞ്ഞാൽ നിങ്ങൾ കുറച്ച് വിഷമമൊക്കെ വരും, പക്ഷേ ആ വിഷമത്തിൽ നിന്ന് നിങ്ങൾ അതിജീവിക്കണം. അടുത്ത സ്റ്റെപ്പ് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും, അപ്പോൾ വരുന്നിടത്ത് വെച്ച് കാണാം. അപ്പം ബാൻ ആവുകയാണെങ്കിൽ ബാൻ ആവട്ടെ, ഇല്ല എന്നുണ്ടെങ്കിൽ ഞാനത് ട്രൈ ചെയ്യും. മുമ്പോട്ട് എങ്ങനെ പോകാമെന്നുള്ള കാര്യത്തെക്കുറിച്ച് കൂടുതൽ അറിവില്ല, എനിക്കതിന് നോക്കിയെടുത്താലേ പറ്റുള്ളൂ. അപ്പം നിങ്ങളും നിങ്ങളുടെ ലൈഫിൽ ഇതുപോലെ ചിന്തിക്കുക, മുന്നോട്ട് കയറുക. ഒരുപാട് വട്ടം നിങ്ങൾ ആ കഴയിൽ കയറും തോറും തെന്നി താഴെ വീഴും, പിന്നും പിടിച്ച് കയറുക. ഒരു സമയത്ത് നിങ്ങൾ നിങ്ങളുടെ ലക്ഷ്യം കണ്ടെത്തിയിരിക്കും. ഓക്കെ, ഒരുപാട് ടൈം ടാരോ റീഡ് നോക്കരുത്, അതിന് അഡിക്റ്റായി പോവും. അഥവാ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് പഠിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ പേഴ്സണുമായിട്ടുള്ള ഇമോഷൻ നിങ്ങളെ മാറ്റിയിട്ട് നിങ്ങളതിലൊരു പഠിത്തമാകും. ഇതിൽ ഞാൻ ഒരുപാട് എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത് നിങ്ങൾക്കും കൂടി ഒരു ഉപകാരമാകട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് നിങ്ങൾ ടാരോ റീഡ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാനും സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. എനിക്ക് ഭയങ്കര അറിവോ പഠിപ്പിക്കാനുള്ള ഇതൊന്നും എനിക്ക് ആയിട്ടില്ല. എങ്കിലും ഇച്ചിരിയെങ്കിലും പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ, ഇപ്പം അത് ഞാൻ ഇത്രയും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നിങ്ങളുടെ കയ്യിൽ ഒരു ചെറിയ ടാരോ കാർഡ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് കുറച്ചുകൂടി വ്യക്തമാകും. അപ്പോൾ പഠിക്കാൻ ശ്രമിക്കുന്നവർക്ക് ഒരു ഹെൽപ്പാകും. അപ്പോൾ അത് ഉദ്ദേശിച്ചിട്ടാണ് ഞാൻ കൂടുതലും എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നത്. അപ്പം അധികമായി ഒരുപാട് സമയം വെറുതെ ഇരിക്കാനുള്ളവർ ആ ഒരു സമയം നിങ്ങൾ ടാരോ റീഡ് പഠിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ രാവിലെ തൊട്ട് രാത്രി വരെ ഇരിക്കുന്നത്, അത് നിങ്ങളുടെ സമയം വേസ്റ്റ് ആക്കാനിരിക്കാതെ നിങ്ങളും ടാരോ റീഡ് പഠിക്കുന്നതിനോ അല്ലെങ്കിൽ അതിന് ഒരു പോസിറ്റീവ് സൈഡിലോട്ട് കൊണ്ടുപോകാൻ നോക്കുക. ചുമ്മാ ഓരോ നിമിഷവും വില പിടിച്ചതാണ്. നമ്മുടെ ഓരോ ദിവസങ്ങൾ നമ്മുടെ ആയുസ്സുകളാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം വെറുതെ കളയാതെ ഈ കിട്ടുന്ന ഇപ്പോൾ എന്നിൽ നിന്ന് ഇപ്പോൾ കിട്ടുന്നത്, എനിക്കിപ്പോൾ ആരെങ്കിലും തരുന്ന ഉപദേശങ്ങളും കാര്യങ്ങളും ആയിരിക്കും, ഞാൻ പഠിക്കുന്ന സ്ഥലത്തു നിന്ന് കിട്ടുന്നതായിരിക്കും, അത് നിങ്ങളിലോട്ട് തരും. അപ്പം നിങ്ങളും അതുപോലെ അത് യൂസ് ചെയ്യുക. അത് അവിടെ നിർത്തി, നിങ്ങളുടെ ഇമോഷനിൽ നിർത്തി അത് ഇല്ലാമാക്കി കളയാതെ അത് വീണ്ടും നിങ്ങൾ സ്റ്റെപ്പായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുക. ഈ അറിവ് മറ്റൊരാൾക്കും കൂടി കൊടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എല്ലാവരുടെ കാര്യത്തിലും ഒരുപാട് പേര് പ്രാർത്ഥിക്കുന്നെന്നും പറഞ്ഞ് മെസ്സേജ് ഇട്ടിട്ടുണ്ട്. ഒരുപാട് പേർക്ക് പോസിറ്റീവ് എനർജി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഒരുപാട് മെസ്സേജ് കണ്ട്, പക്ഷേ എനിക്ക് എല്ലാത്തിലോട്ട് പോയി എത്താൻ പറ്റുന്നില്ല, ഡ്യൂട്ടിയും കൂടി ഉള്ളത് കൊണ്ട്. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ. യൂണിവേഴ്സൽ മദറിൻ്റെ എല്ലാ അനുഗ്രഹവും എല്ലാം ഇപ്പോഴും എല്ലാവരോടും ഇരിക്കട്ടെ. ഓക്കെ, താങ്ക് യു.